മുൻ മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ ഉണ്ണി മുകുന്ദന് സമൻസ്. കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് സമൻസ് അയച്ചിരിക്കുന്നത്. ഒക്ടോബർ 27-ന് ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് കോടതിയുടെ നടപടി. ഉണ്ണി മുകുന്ദൻ താമസിക്കുന്ന കാക്കനാട് DLF ഫ്ളാറ്റിൽ വെച്ച് മുൻ മാനേജർ വിപിൻ കുമാറിനെ മർദ്ദിച്ചെന്നാണ് കേസ്. നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമി, നരിവേട്ട എന്ന ഈ ടൊവിനോ തോമസിന്റെ ചിത്രത്തിന്റെ പോസ്റ്റർ ഉണ്ണി മുകുന്ദന്റെ മാനേജർ ഈ വിപിൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് നല്ല അഭിപ്രായം രേഖപ്പെടുത്തുന്നു. അതേ തുടർന്നുണ്ടായ വാക്ക് തർക്കമാണ് പിന്നീടത് സംഘർഷത്തിൽ, അക്രമത്തിലൊക്കെ കലാശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ കോടതി ഉണ്ണി മുകുന്ദന് സമൻസ് അയച്ചിട്ടുണ്ട്. 27-ന് കോടതിയിൽ ഹാജരാകണം. മറ്റെന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അതിലുള്ളത്? ഇൻഫോ പാർക്ക് പോലീസിനായിരുന്നു ഉണ്ണി മുകുന്ദന്റെ മുൻ മാനേജർ വിപിൻ കുമാർ പരാതി നൽകിയത്. ആ പരാതിയിൽ പറയുന്നത് തന്റെ ഫ്ളാറ്റിലെത്തി പാർക്കിങ്ങിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം തന്നെ മർദ്ദിക്കുകയായിരുന്നു. ഒപ്പം തന്റെ കയ്യിലുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ്, അത് പ്രധാനപ്പെട്ട പ്രമുഖനായിട്ടുള്ള ഒരു യുവ നടൻ നൽകിയതാണ്. ആ കൂളിംഗ് ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഫോ പാർക്ക് പോലീസ് ഉണ്ണി മുകുന്ദനെതിരെ മർദ്ദനത്തിനും ഇത്തരത്തിൽ ഈ കയ്യിലുണ്ടായിരുന്ന വസ്തു എറിഞ്ഞു പൊട്ടിച്ചെന്ന വകുപ്പുകൾ പ്രകാരം, ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് ഉണ്ണി മുകുന്ദനെതിരെ കേസെടുക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ ഈ ഫ്ളാറ്റിലെ പാർക്കിങ്ങിലെ CCTV ദൃശ്യങ്ങൾ, ഒപ്പം ഇവരുടെയൊക്കെ സുഹൃത്തുക്കൾ, ഇവരിൽ നിന്നൊക്കെ വിശദമായി മൊഴിയെടുത്ത് ഉണ്ണി മുകുന്ദനിൽ നിന്ന് മൊഴിയെടുത്തതിനു ശേഷമാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യമുണ്ടായത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ 27-ാം തീയതി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാക്കനാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉണ്ണി മുകുന്ദന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അന്ന് എത്തി, അതൊരു സ്വാഭാവിക നടപടിയാണ്. ജാമ്യമെടുത്ത് ഉണ്ണി മുകുന്ദന് മടങ്ങാം. കാരണം പോലീസ് പോലും ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ജാമ്യം ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരു സ്വാഭാവിക നടപടിയുടെ ഭാഗമായി തന്നെയാണ് ഉണ്ണി മുകുന്ദനെ കോടതി വിളിപ്പിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ഉണ്ണി മുകുന്ദൻ നേരിട്ട് തന്നെ ഹാജരാകണം എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ 27-ാം തീയതി ഉണ്ണി മുകുന്ദൻ ഹാജരാകുമെന്നാണ് നമുക്ക് അറിയാനും കഴിയുന്നത്. വിപിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. വിപിൻ ഇപ്പോഴും പറയുന്നത് ആ പാർക്കിങ്ങിലെ CCTVയിൽ തന്നെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ്. ഈ ഉണ്ണി മുകുന്ദനെതിരെ പരാതി നൽകിയിരുന്നല്ലോ. ആ പരാതിയിന്മേൽ ഈ സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ, ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ, രണ്ടുപേരെ ഒന്നിച്ചിരിച്ച് ചർച്ച നടത്താനോ മറ്റോ ഇടപെടലുകൾ സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? ടോമി, പ്രശ്നങ്ങൾക്ക് ശേഷം നടൻ ഉണ്ണി മുകുന്ദൻ ഒരു പത്രസമ്മേളനം നടത്തുകയും അതിൽ വിപിൻ തന്റെ മാനേജർ അല്ല എന്ന് തുടങ്ങി പിന്നീട് വിപിനെതിരെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണി മുകുന്ദനെയും വിപിൻ താരസംഘടനയായ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും പരാതി നൽകിയിരുന്നു. ശേഷം ഇരുവരെയും ഒന്നിച്ച് വിളിച്ചിരുത്തി അമ്മയുടെ ഓഫീസിൽ വിളിച്ചിരുത്തി സംസാരിക്കുകയും അതിനുശേഷം ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ ഒത്തുതീർത്തിരിക്കുകയാണ്. വിപിനും ഉണ്ണി മുകുന്ദനും തമ്മിലുണ്ടായിരുന്നത് ചില ധാരണ പിശകുകളായിരുന്നു. അത് രണ്ടുപേരും പറഞ്ഞ് അത് അവസാനിച്ചിരിക്കുകയാണ്. ഇനി കേസുമായി അവർക്ക് മുന്നോട്ട് പോകാം. അതിൽ സംഘടന ഇടപെടുന്നതുമില്ല. പകരം ഇവർ തമ്മിലുള്ള പ്രശ്നം സംസാരിച്ച് തീർത്തിരിക്കുന്നു. ഇനി പരസ്യ പ്രതികരണങ്ങളിലേക്കൊന്നും ഇരുവരും പോവില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്ന് കൂടി പറഞ്ഞു. ഒപ്പം ഉണ്ണി മുകുന്ദൻ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചില തെറ്റുണ്ടെന്ന് കൂടി ഉണ്ണികൃഷ്ണൻ പറയുന്ന സാഹചര്യമുണ്ടായി. അന്ന് ആ ഒരു സംഭവ സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് പിന്നാലെ ഉണ്ണി മുകുന്ദൻ നടത്തിയ പത്രസമ്മേളനത്തിൽ വിപിൻ മാനേജർ അല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ശരിയല്ല. ഉണ്ണി മുകുന്ദന്റെ മാനേജർ തന്നെയാണ് വിപിൻ എന്ന ഉണ്ണികൃഷ്ണൻ പറയുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം ഉണ്ണി മുകുന്ദൻ ആരോപിച്ച ചില ഉയർത്തിയ ആരോപണങ്ങൾ വിപിനെതിരെ, അതും തെറ്റാണെന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ എന്ന മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം ഉണ്ണി മുകുന്ദനോ വിപിനോ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുവാനും തയ്യാറായിരുന്നില്ല. ആ കേസ്, അല്ലെങ്കിൽ സംഘടന ഇടപെട്ട് ആ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചിരുന്നു. പോലീസും പിന്നീട് കുറ്റപത്രം വേഗത്തിൽ തന്നെ സമർപ്പിക്കുകയും ചെയ്തു. ഇനി എന്തായാലും ഈ കേസ് അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടി എന്നോണം തന്നെയാണ് ഉണ്ണി മുകുന്ദനെ ഇനിയിപ്പോൾ ഹാജരാകാൻ നിർദ്ദേശിക്കുകയും അവിടെ വെച്ച് ജാമ്യത്തിൽ നൽകുന്ന ഒരു സാഹചര്യമായിരിക്കും ഇനി മുന്നോട്ടുള്ളത്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകി. നവമി സൂചിപ്പിച്ചതുപോലെ മുൻ മാനേജറെ മർദ്ദിച്ച കേസിലാണ് നടൻ ഉണ്ണി മുകുന്ദന് കോടതി സമൻസ് അയച്ചിരിക്കുന്നത്. അടുത്ത മാസം 27-ന് കോടതിയിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം.
റിപ്പോർട്ടിലെ